ചില ആളുകൾ നമ്മളെ വളരെയധികം സ്വാധീനിക്കും. ഈ അടുത്ത് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു പക്ക ക്രൈം ത്രില്ലർ മൂവി കണ്ടു. എൻ്റെ പൊന്നെ, ഓരോ പിള്ളേരൊക്കെ ഡ്രഗ്സൊക്കെ കൊണ്ടു കൊടുത്ത് റിവെഞ്ച് ചെയ്യുന്നു, റേപ്പ് ചെയ്യുന്നു. ഇപ്പോഴത്തെ 2K പിള്ളേരുടെയൊക്കെ ഓരോ പാഷനെ. നിങ്ങൾക്കൊക്കെ തീറ്റക്കഴുപ്പാണെങ്കിൽ ആ വീട്ടിലേക്ക് ഇറങ്ങി അച്ഛനും അമ്മേനെയൊക്കെ ഒന്ന് സഹായിക്കടോ, ഒന്ന് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട്. എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത 2 ഫ്രണ്ട്സ് ആട്ടോ. ഈ നിൽക്കുന്ന ലിബിനും സോണിമോളും ഇവരുടെ വീട്ടിലൊക്കെ ചെന്നപ്പോൾ ഭയങ്കര ക്ലീൻ ആയിരുന്നു. അപ്പോൾ ഇവരിന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന്. അങ്ങനെ പല്ല് തേക്കുന്ന ബ്രഷ് വരെ എടുത്ത് നോക്കിയപ്പോൾ ആ സ്റ്റാൻഡിൻ്റെ അടി വരെ ചെളി. അതൊക്കെ ക്ലീനാക്കി വന്ന് ടോയ്ലറ്റ് ക്ലീൻ ആക്കാൻ വേണ്ടി 2 കറക്ക് കറക്കി നിർത്തിക്കും. ഈ മണം വരുന്ന സൂനയൊക്കെ താഴെ കിടന്ന് എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ച് കയറാന്നുള്ള രീതിയിൽ മൊത്തം ക്ലീനിങ് തന്നെയായിരുന്നു കേട്ടോ. വർഷങ്ങളായിട്ട് അടിഞ്ഞുകൂടിയിരിക്കുന്ന എണ്ണയൊക്കെ ഉള്ള എക്സോസ്റ്റ് പാനലൊക്കെ എടുത്ത് പുല്ലാനത് എന്ന് പറഞ്ഞ് മണത്ത് നോക്കിയത്തേക്ക് എൻ്റെ കിളി പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ആദ്യം ക്ലീൻ ചെയ്യേണ്ടത് ക്ലീൻ ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ്. അതായത് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഒക്കെ ഉള്ളിൽ ഇതുപോലെ കുറേ ലിൻ്റൊക്കെ ഉണ്ട്, പിന്നെ കുറേ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കളഞ്ഞ് ഒരു ലോഡ് ഗാർബേജ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ ബിന്നും കൂടി ഒന്ന് സെറ്റാക്കിയേക്കാന്ന്. അങ്ങനെ ഇത് മുഴുവൻ ക്ലീൻ ചെയ്ത് സുന്ദര കുട്ടപ്പന്മാരാക്കി. സത്യം പറഞ്ഞാൽ വീട് മുഴുവൻ ഒരു സമാധാനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് ഫുള്ള് തുടച്ച് ഇട്ടേക്കാന്ന്. അങ്ങനെ ടോയ്ലറ്റിൻ്റെ സൈഡിലും എല്ലാം ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇവിടെ ഇരുന്ന് കാറ് വെച്ച് കറക്കിയിരിക്കുന്നു. കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുണി മടക്കാൻ പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു. മനസ്സോടെ ആണെങ്കിൽ അവനവൻ്റെ ചെട്ടിയും പാൻ്റൊക്കെ മടക്കി വെക്കുന്ന സമയം കൊണ്ട് ഞാനന്ന് കുളിച്ച് ഫ്രഷായി വന്നു. കുളി കഴിഞ്ഞിറങ്ങിയത്തേക്ക് ഫ്രണ്ട്സ് വിളിച്ചിട്ട് പറഞ്ഞു അവർക്ക് ഇന്നൊരു എമർജൻസി ഉണ്ട്, അവർക്ക് വരാൻ പറ്റത്തില്ല എന്ന്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, പിന്നെ വന്നാൽ മതി, ഞാൻ ഹാപ്പിയാണ്, കാരണം വീടൊക്കെ മൊത്തം ക്ലീൻ ആയിട്ടുണ്ടല്ലോ. വൃത്തിയാക്കി അടിപൊളിയുണ്ട്, നന്നായിട്ടുണ്ട്, ഫ്രഷ്നെസ് ഉണ്ട്, ഭംഗിയായിട്ടുണ്ട്. നിന്നെ പോലെ ഒരു സമൂസ കൂടെ കഴിക്കുന്നേ.